തൃശൂർ തിരുമുക്കുളത്ത് ക്രിസ്മസ് ട്രീക്ക് ലൈറ്റ് ഇല്ലെന്നാരോപിച്ച് പള്ളി വികാരിക്ക് നേരെ കയ്യേറ്റം നടത്തിയ 4 പേർക്കെതിരെ കേസെടുത്തു. തിരുമുക്കുളം പള്ളി വികാരി ആന്റണി പോൾ പറമ്പത്തിനെ പ്രതികൾ തടഞ്ഞു നിർത്തി കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയുമായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ഷൈജു എന്ന കുറെ നാല് പേര് കൂടി അച്ഛനെ തടഞ്ഞു നിർത്തുകയും അച്ഛൻ്റെ താക്കോല് മേടിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ അച്ഛനെ തടയാണ്ട് വിടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ അച്ഛനെ വിട്ട് എന്നെ തല്ലി മറിച്ചിടുകയും എൻ്റെ മക്കളെയും ഭാര്യയെയും കടകളൊക്കെ തല്ലി നശിപ്പിക്കുകയും എൻ്റെ കുറേ കാശുണ്ടായത് 10-12,000 രൂപയോളം പോക്കറ്റ് കിടന്ന ആ കാശും എൻ്റെ മാലയും എല്ലാം പൊട്ടിച്ച് നശിപ്പിക്കുകയും എൻ്റെ രോഗിയായ ഭാര്യനെ തള്ളിയിട്ട് ഞങ്ങൾ വീട്ടിൽ ഓടി കയറി കഴിഞ്ഞപ്പോൾ വീട്ടിൽ കയറി 4 പേരും കൂടി തള്ളിയിടുകയും അവരുടെ ഫോണും ചെരുപ്പും ഇവിടുന്ന് വീട്ടിൽ നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, എന്താണ് സംഭവത്തിന്റെ അടിസ്ഥാനം? പോലീസ് ഇപ്പോൾ എന്താണ് വ്യക്തമാക്കുന്നത്? ഗൗതം, കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 8:30യോടുകൂടിയാണ് ഈ അക്രമ സംഭവം നടക്കുന്നത്. മാള കുഴൂർ തിരുമുക്കുളത്ത് പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ആക്രമണം. പള്ളി വികാരിയെ ആക്രമിക്കുന്നത് തടയാനെത്തിയ ഇടവക അംഗത്തെയും ഒക്കെ ഇടവക അംഗങ്ങൾ തന്നെയായിട്ടുള്ള അക്രമികൾ ചേർന്ന് മർദ്ദിക്കുന്നത്. പള്ളി വികാരിയായിട്ടുള്ള ഫാദർ ആന്റണി പറമ്പത്തുമായി ഈ പ്രതികളായിട്ടുള്ള 4 യുവാക്കൾ വാക്കുതർക്കമുണ്ടാവുകയും ആ വാക്കുതർക്കം ഉണ്ടായത് പള്ളി മുറ്റത്ത് ക്രിസ്മസിനോടനുബന്ധിച്ച് സ്ഥാപിച്ച ക്രിസ്മസ് ട്രീയിലും നക്ഷത്രത്തിലും ഒക്കെ വെളിച്ചം കുറവാണെന്ന് പറഞ്ഞ് പള്ളി വികാരിയെ അസഭ്യം പറഞ്ഞുകൊണ്ട് ഈ 4 യുവാക്കൾ ചേർന്ന് ഇദ്ദേഹം താമസിക്കുന്ന പള്ളിവക ക്വാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുകയും അച്ഛന്റെ വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുത്ത് ഇതിനുശേഷം അസഭ്യം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതാണ് ആന്റണി എന്ന ആന്റപ്പൻ. പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന വ്യാപാരി കൂടിയാണ്. ഈ ബഹളവും ഒച്ചയും കേട്ട് ഈ ആന്റപ്പൻ ഇവിടേക്ക് എത്തുകയും യുവാക്കളെ അന്വയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പ്രദേശവാസികളും പള്ളിയിലെ ഇടവക അംഗങ്ങളുമായിട്ടുള്ള ഡേവിസ്, ലിനു, ഷൈജു, ലിൻസൺ എന്നിവരാണ് മദ്യലഹരിയിൽ പള്ളി വികാരിയെയും ഈ വ്യാപാരിയെയും അസഭ്യം പറഞ്ഞത്. ആദ്യം പള്ളി വികാരി ആന്റണി പറമ്പത്തിന് നേരെയായിരുന്നു പ്രതികളുടെ അക്രമവും അസഭ്യവർഷവുമെങ്കിൽ പിന്നീട് ഇവരെ പിടിച്ചു മാറ്റാനെത്തിയ ആന്റണി എന്ന ആന്റപ്പന് നേരെയാണ് പ്രതികൾ സംഘം ചേർന്ന് അതിക്രമം നടത്തിയത്. ആന്റണിയെ മർദ്ദിക്കുകയും തടയാനെത്തിയ മക്കളെയും ഭാര്യയും ഒക്കെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ വ്യാപാര സ്ഥാപനം അടിച്ചു തകർത്തു. സ്ഥാപനത്തിനുള്ളിലും വീട്ടിനുള്ളിലും കയറി അതിക്രമം കാട്ടി. ഈ തടയാനെത്തിയ മക്കളെയും ഭാര്യയെയും മർദ്ദിച്ചു. ഇദ്ദേഹത്തിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന 12,000 രൂപയും കഴുത്തിലുണ്ടായിരുന്ന മാലയും പ്രതികൾ കവർന്നെടുക്കാനുള്ള ശ്രമവും നടത്തി. ഇതിനുശേഷം ഒട്ടേറെ സമയം വെല്ലുവിളിയും സംഘർഷവും സൃഷ്ടിച്ച ശേഷമാണ് പ്രതികൾ മടങ്ങിപ്പോയത്. സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് പള്ളി വികാരി ആന്റണി പറമ്പത്ത് പരാതി നൽകിയത്. മാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന് പിന്നാലെ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയ ആന്റണി എന്ന ആന്റപ്പനും കുടുംബവും പിന്നാലെ ഇന്റിമേഷൻ വഴി പരാതി നൽകുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം പ്രതികൾ 4 പേരും ഒളിവിൽ പോയിരിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പ്രദേശവാസികൾ തന്നെയായിട്ടുള്ള, അതായത് ഈ മർദ്ദനത്തിന് ഇരയാക്കപ്പെട്ട ആന്റണി ആന്റപ്പന്റെ കീഴിലുള്ള ഇടവക യൂണിറ്റിലെ അംഗങ്ങൾ കൂടിയായിട്ടുള്ള ഡേവിസ്, ലിനു, ഷൈജു, ലിൻസൺ എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. ഇവർക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയതായാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ പള്ളി കമ്മിറ്റിയും അതോടൊപ്പം തന്നെ പ്രദേശത്തെ വ്യാപാരികളും കടുത്ത പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് വ്യാപാരികളും പള്ളി കമ്മിറ്റി അംഗങ്ങളും പറയുന്നത്. ഗൗതം, ശരി. തൃശ്ശൂരിൽ നിന്നും ലെവിൻ കെ വിജയനാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.